welcome to the video. We are with indirect questions. That is the polite way to ask questions. സ്ട്രേഞ്ചറിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ പറ്റില്ല. We are in a new town. We are in a new city. Then ask questions with polite, with more respect. Indirect questions. Did Kirti received my letter? നമുക്കറിയാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. തറവാക്കി മനസ്സിലാക്കിയോ? ഡു യു നോ, ക്യാൻ യു ടെൽ മീ, കുഡ് യു ടെൽ മീ, അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, ആ ഒരു ഫ്രേസ് ഉണ്ട്. അതിനെ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കണം. ഒരു 3-4 മതി, കുറേ ഉണ്ട്. പക്ഷെ ഒരു ഡു യു നോ, ക്യാൻ യു ടെൽ മീ, കുഡ് യു ടെൽ മീ, അതൊക്കെ നല്ലോണം യൂസ്ഫുൾ ആവും. ക്യാൻ യു ടെൽ മീ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മര്യാദയാണ്. വി ഗിവിങ് മോർ പൊളൈറ്റ്. We are more polite in asking questions. We give more respect to the other person എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് can you tell me, could you tell me, could എന്ന് പറഞ്ഞാൽ അതിനേക്കാളും more polite ആണ്. could you tell me എന്ന് ആഡ് ചെയ്തുകൊണ്ട് ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് ആഡ് ചെയ്യണം. പക്ഷെ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കി. Did Kirti received my letter? ഇത് yes or no ക്വസ്റ്റ്യൻ ആണ്. ഡിഡിലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോഴും അതിനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോഴും ഡു ഓർ ഡസ്, ഡിഡ് അങ്ങനെയുള്ളതാണ് ചേർക്കേണ്ടത്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് എന്ന് കണ്ടാൽ തന്നെ പാസ്റ്റ് ടെൻസ് ആണെന്ന് അറിയാം. ഡു ഓർ ഡസ് ആണെങ്കിൽ പറയാമായിരുന്നു പ്രസന്റ് ടെൻസ് ആണെന്ന്. ഇത് ഡിഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കീർത്തനയ്ക്ക് ഞാൻ അയച്ച ലെറ്റർ കിട്ടിയിരുന്നോ എന്നാണ് ചോദ്യം. ഡിഡ് കീർത്തന റിസീവ്ഡ് മൈ ലെറ്റർ? റിസീവ് ചെയ്തിരുന്നോ കീർത്തന? യെസ് ഷി ഡിഡ്. അതർവൈസ് നോ ഷി ഡിഡ്ന്റ്. അങ്ങനെയാണ് വരും ആൻസർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഇവിടെ നമുക്ക് അതിനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ വരും? ക്യാൻ യു ടെൽ മീ, അറിയണല്ലോ എന്താണ്, കിട്ടിയോ കിട്ടിയില്ലയോ, ചോയ്സ് ആണ്. ക്യാൻ യു ടെൽ മീ ഇഫ് കീർത്തന റിസീവ്ഡ് മൈ ലെറ്റർ? അതാണ് വരിക. അപ്പൊ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക. ഈ ഡിഡ് കീർത്തി റിസീവ്ഡ് മൈ ലെറ്റർ എന്നുള്ളത് എന്തായി മാറും? ക്യാൻ യു ടെൽ മീ, ക്യാൻ യു ടെൽ മീ, നിനക്ക് എന്നോട് പറയാൻ പറ്റുമോ? അവളുടെ ബ്രദർ ആയിരിക്കാം, ഫാദർ ആയിരിക്കാം, മദർ ആയിരിക്കാം, ഫാദർ മദർ ഫാദർ ആയിരിക്കാം. ക്യാൻ യു ടെൽ മീ, ആര് വേണമെങ്കിൽ ആവാം, ഫ്രണ്ടും കൂടി. ക്യാൻ യു ടെൽ മീ ഇഫ് അല്ലെങ്കിൽ വെദർ. ഇഫ് അല്ലെങ്കിൽ വെദർ, ഇത് രണ്ടും ഉപയോഗിക്കാം. ഇഫ് എന്ന് ഉപയോഗിക്കാം, വെദർ എന്ന് ഉപയോഗിക്കാം. ക്യാൻ യു ടെൽ മീ ഇഫ് കീർത്തി റിസീവ്ഡ് മൈ ലെറ്റർ? ഇതാണ് അതിന്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മോർ പൊളൈറ്റ് ആയിട്ടാ ചോദ്യം. കുഡ് യു ടെൽ മീ ഇഫ് കീർത്തന റിസീവ്ഡ് മൈ ലെറ്റർ? നമുക്ക് പറയാൻ പറ്റുമോ കീർത്തനയ്ക്ക് ഞാൻ അയച്ച ലെറ്റർ കിട്ടിയിരുന്നോ? വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ? വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ? ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, അതർ, മെയിൻ വെർബ്, അങ്ങനെയുള്ള നമുക്ക് ആ ഒരു വേർഡ് അറിയാം, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള അതൊന്നും ഇവിടെ പ്രധാനമല്ല. നമ്മൾക്ക് ഇവിടെ തന്നെ എന്താക്കി മാറ്റണം? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ? ഈ വേർഡിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം. വാട്ട് ഡസ്, ഇത് വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം അങ്ങനെയാണ്. അപ്പൊ ഡു യു നോ, ഡു യു നോ, കുഡ് യു ടെൽ മീ, ക്യാൻ യു ടെൽ മീ ഒക്കെ ആഡ് ചെയ്യാം. ഡു യു നോ വാട്ട് ദിസ് വേർഡ് മീൻസ്? What this word means? Means നായി ആ മാറ്റങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ച് അത് ഉപയോഗിക്കുകയും കൂടി ചെയ്താൽ ആരും വേണമെന്നൊന്നുമില്ല, അവനവൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ പറയുക. വാട്ട് ഡു യു വാണ്ട്? എന്താ നിനക്ക് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? ഇപ്പൊ നമ്മളുടെ വീട്ടിലിപ്പോ തെരഞ്ഞു നടക്കണ്ട നമ്മുടെ അടുത്ത് പറയാതെ. അപ്പൊ നമ്മൾ ചോദിക്കും വാട്ട് ഡു യു വാണ്ട്? എന്താ വേണ്ടത് നിങ്ങൾക്ക്? വാട്ട് ഡു യു വാണ്ട്? അതൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? Can you tell me what you want? അത്രേ ഉള്ളൂ. What do you want എന്നുള്ളത് എന്തായി മാറും? Can you tell me? നിനക്കൊന്നും പറയാൻ പറ്റുമോ? Can you tell me what you want? Can you tell me what you want? ഇത്രയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. Where has Anu gone? Could you tell me where Anu has gone? Could you tell me where Anu has gone? ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളുണ്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനില്. ബട്ട് ദാറ്റ് ഈസ് ദ പൊളൈറ്റ് വേ ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊക്കെ പുതിയ സിറ്റിയിലും പുതിയ ടൗണിലൊക്കെ പോകുമ്പോൾ ദിസ് ഈസ് ദ കറക്റ്റ് വേ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ദെൻ ദേ വിൽ ഗീവ് ദ കറക്റ്റ് ആൻസേഴ്സ്. ദേ വിൽ ഗൈഡ് അസ്. വെർ ഈസ് ദ ബാങ്ക്? ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിനേക്കാളും ഡു യു നോ വേർ ദ ബാങ്ക് ഈസ് അങ്ങനെ ചോദിക്കണം.